കൈതപ്രത്ത് രാധാകൃഷ്ണന്റെ കൊലപാതകത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. രാധാകൃഷ്ണന്റെ ഭാര്യയുമായുള്ള സൗഹൃദം തുടരാൻ സാധിക്കാത്ത വിരോധത്തിലാണ് പ്രതി കൊലപാതകം നടത്തിയതെന്ന് എഫ്ഐആർ. രാധാകൃഷ്ണന്റെ ഭാര്യയും പ്രതി സന്തോഷും സഹപാഠികളായിരുന്നു. സന്തോഷിനെ ഇന്ന് വിശദമായി പോലീസ് ചോദ്യം ചെയ്യും. കൊലയ്ക്കുപയോഗിച്ച തോക്കും കണ്ടെത്താൻ ശ്രമമുണ്ട്. രാധാകൃഷ്ണനെ സന്തോഷ് നേരത്തെയും ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി നിഖിൽ അളവൂർ ചേരുന്നു. നിഖിൽ, അത്യന്തം സിനിമാറ്റിക്കായ കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ സംഭവിച്ചത്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു, അതിനുശേഷം കൊലപാതകം നടത്തുന്നു, അതിനുശേഷവും പ്രതി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് നടന്നത്. ഇപ്പോൾ ഏതായാലും ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ? ലക്ഷ്മി പറഞ്ഞു, ഏതായാലും ഇപ്പോൾ ഈ കൊലപാതകം നടന്ന നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ പരിശോധന നടക്കുകയാണ്. ഫോറൻസിക് സംഘവും ഒപ്പം തന്നെ വിരലടയാള വിദഗ്ധരും നേരത്തെ തന്നെ എത്തി അവിടെ നിന്ന് തെളിവുകൾ ശേഖരിക്കുകയാണ്. ഒപ്പം കണ്ണൂർ റൂറൽ SP അനൂജ് പലിവാളും സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. വിശദമായ പരിശോധന ഈ കൊലപാതകം നടന്ന, അതായത് രാധാകൃഷ്ണനെ സന്തോഷ് വെടിവെച്ച ആ റൂമിനകത്ത്, അതായത് നിർമ്മാണം നടക്കുന്ന വീടിന്റെ സെൻട്രൽ ഹാളിൽ വെച്ചാണ് വെടിയേറ്റത്. ആ മുറിക്കകത്ത് വിശദമായ പരിശോധന നടക്കുകയാണ്. ഈ വെടിവെക്കാൻ ഉപയോഗിച്ച പെല്ലറ്റ് ഉൾപ്പെടെ കണ്ടെത്തുക എന്നതാണ് അതിന്റെ ലക്ഷ്യമായി കാണുന്നത്. ഒപ്പം പ്രധാനപ്പെട്ട നേരത്തെ പറഞ്ഞതുപോലെ ഈ തോക്ക് കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. അതിന് ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള പരിശോധനകൾ അല്പസമയത്തിനകം ആരംഭിക്കുകയും ചെയ്യും. ഈ കൃത്യമായും വ്യക്തി വിരോധം എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ FIR-ൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഭാര്യയുമായി, അതായത് രാധാകൃഷ്ണന്റെ ഭാര്യയുമായുള്ള ബന്ധം തുടരുന്നതിന് തടസ്സമാകുന്നു എന്ന് കണ്ടതുകൊണ്ട് സന്തോഷ് ഇത്തരത്തിലൊരു കൃത്യത്തിലേക്ക് കടന്നു എന്ന നിലയിൽ തന്നെയാണ് പ്രാഥമിക വിലയിരുത്തലിലേക്ക് പോകുന്നത്. ഇക്കാര്യങ്ങളിൽ നേരത്തെ ഇവർ തമ്മിൽ തർക്കം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. 2 മാസം മുൻപേ ഇത്തരത്തിലൊരു പരാതി സന്തോഷിനെതിരെ രാധാകൃഷ്ണൻ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് രാധാകൃഷ്ണൻ തന്നെയാണ് ഇത് ഒത്തുതീർപ്പായി എന്ന് പോലീസിനെ അറിയിക്കുന്നതും അതിനുശേഷം വീണ്ടും ഇത്തരത്തിലൊരു പ്രകോപനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതാണ് കണ്ടത്. അതിന്റെ തുടർച്ച എന്നോണമാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടുകൊണ്ട് സന്തോഷ് ഇത്തരമൊരു കൃത്യത്തിലേക്ക് കടക്കുന്നത്. നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞതുപോലെ ഈ തോക്ക് പിടിച്ചൊരു ചിത്രം പോസ്റ്റ് ചെയ്ത് താനിതാ കൊലപാതകം നടത്താൻ പോകുന്നു എന്ന് കൃത്യമായൊരു മുന്നറിയിപ്പ് നൽകുന്ന തരത്തിൽ തന്നെയായിരുന്നു സന്തോഷിന്റെ ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നത്. മാത്രമല്ല മദ്യ ലഹരിയിലായിരുന്നു ഈ കൃത്യം നടത്തിയത് എന്നുള്ളത് കൂടിയുണ്ട്. ഏതായാലും ഈ കൊലപാതകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി വരുന്നത് ഈ തോക്ക് കണ്ടെത്തുക എന്നുള്ളതാണ്. ആ തോക്ക് കണ്ടെത്തുക എന്നുള്ളത്, ഈ സമീപത്ത് നിരവധി കിണറുകളുണ്ട്. മാത്രമല്ല ഈ വീടിന്റെ ഒരു വശത്തേക്ക് നടന്നു കഴിഞ്ഞാൽ പിന്നെ എത്തുന്നത് പുഴയാണ്. അങ്ങനെയുള്ള ചില സാധ്യതകളൊക്കെ പോലീസ് കാണുന്നുണ്ട്. എങ്കിൽ പോലും കൃത്യമായി പരിശോധനയിലൂടെയും ഒപ്പം തന്നെ സന്തോഷിന്റെ മൊഴിയിലൂടെയും വിവരങ്ങൾ ശേഖരിച്ച് ഈ തോക്ക് കൂടി കണ്ടെത്താമെന്ന് തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ കരുതുന്നത്. ഇപ്പോഴേതായാലും ഫോറൻസിക് സംഘത്തിന്റെ ഒക്കെ നേതൃത്വത്തിൽ ഈ വീട്ടിനകത്ത് ഈ സംഭവം നടന്ന സ്ഥലത്ത് പരിശോധനകൾ നടത്തി വരുന്നുണ്ട്. കണ്ണൂർ റൂറൽ SP തന്നെ ഈ സ്ഥലത്ത് എത്തി നേരിട്ട് വിവരങ്ങൾ അദ്ദേഹവും തേടുന്നുണ്ട്. ഇപ്പോൾ ഈ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്ന മുറിക്കകത്ത്, അതായത് നിർമ്മാണം നടക്കുന്ന ഈ വീടിന്റെ സെൻട്രൽ ഹാളിനകത്ത് വെച്ചാണ് ഇത്തരത്തിൽ സന്തോഷ് രാധാകൃഷ്ണനെ വെടിവെക്കുന്നത്. അവിടെ വെടിവെച്ച ഉടനെ തന്നെ, അതായത് നെഞ്ചിലേക്കാണ് ഒരൊറ്റ വെടി നെഞ്ചിലേറ്റതോടുകൂടി തന്നെ രാധാകൃഷ്ണൻ മരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിലാണ് പ്രാഥമികമായി ഉണ്ടായിരുന്ന നിഗമനം. മുഖാമുഖം നിന്ന് ക്ലോസ് റേഞ്ചിൽ വെടിയുതിർക്കുകയായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇത് ഉപയോഗിച്ച തോക്ക് ഏതാണ്, ആ തോക്കിന് ലൈസൻസ് ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയാണ് ഇനി ഒരു വ്യക്തത വരുത്തേണ്ടത്. ഒരുപക്ഷെ ഈ മുറിക്കകത്ത് നിന്ന് ഈ പെല്ലറ്റ് ഉൾപ്പെടെയുള്ളവ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ ഒരു വ്യക്തത വരുന്ന സാഹചര്യം ഉണ്ടാകും. പക്ഷേ ശാസ്ത്രീയമായ തെളിവുകൾ എന്ന രീതിയിൽ തോക്ക് കണ്ടെത്തുക എന്നുള്ളത് വളരെ നിർണായകമായ കാര്യം തന്നെയാണ്. ഇന്നലെ രാത്രി തന്നെ ഈ സന്തോഷിനെ ചോദ്യം ചെയ്തിരുന്നെങ്കിലും മദ്യലഹരിയിലായിരുന്നതിനാൽ ഇയാൾ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് പോലീസിന് ഇന്നലെ ഒരു ചെറിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ മുതൽ തന്നെ കൃത്യമായ ചോദ്യം ചെയ്യലിലൂടെ കൃത്യമായി എന്താണ് സംഭവിച്ചത് എന്ന കാര്യം പ്രതി പോലീസിനോട് പറഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രകോപനം ഉണ്ടായി, എന്തുകൊണ്ട് ഈ കൊലപ്പെടുത്തുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി തുടങ്ങിയ കാര്യങ്ങളിൽ സന്തോഷ് പോലീസിനോട് വ്യക്തമായി പറഞ്ഞു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നതുകൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാരണം സന്തോഷ് ഈ നിർമ്മാണ മേഖലയിൽ കരാർ ഒക്കെ എടുത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നയാളാണ്. ഈ വീടിന്റെയും നിർമ്മാണ പ്രവൃത്തിയുടെ കരാർ സന്തോഷിന് നൽകിയിരുന്നു. പിന്നീട് ഇത് പിൻവലിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ അതിന്റെ കാരണം എന്താണ്, അതുകൂടി ഇതിന് കാരണമായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ FIR-ൽ പറയുന്ന കാര്യം തന്നെയാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ. നേരത്തെയും ഈ രാധാകൃഷ്ണന്റെ മകന്റെ പരാതിയിൽ തന്നെ പറയുന്നത് ഈ വീടിന്റെ
പ്രവൃത്തി ചെയ്തു വന്നിരുന്നതും ഒപ്പം തന്നെ അമ്മയുമായി സൗഹൃദത്തിലുണ്ടായിരുന്നതും ആയ ആളാണ് സന്തോഷ്. അത് തുടരാനാവാത്ത വൈരാഗ്യത്തിൽ കൊലപ്പെടുത്തി എന്ന് തന്നെയാണ് ആ പരാതിയിലും പറയുന്നത്. ഈ വീട്ടിനകത്ത് പതിയിരുന്ന് കൊലപ്പെടുത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലൊക്കെ വ്യക്തത വരുത്തുക എന്നത് കൂടിയാണ് ഇനിയുള്ളത്. പ്രതി ഏതായാലും ഇക്കാര്യങ്ങളെല്ലാം പോലീസിനോട് പറഞ്ഞു എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രതിയുടെ സുഹൃത്തായിരുന്നു ഈ കൊല്ലപ്പെട്ട ആളുടെ ഭാര്യ. അവർ സഹപാഠികളായിരുന്നു. അപ്പോൾ ആ സൗഹൃദം തടഞ്ഞതാണ് ഈ കൊലയിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പോയിന്റ് ബ്ലാങ്കിൽ വെടിവെക്കുകയായിരുന്നു. നിർമ്മാണം നടക്കുന്ന വീടിന് അകത്ത് വെച്ചാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായത്. അതിൻ്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു നിഖിൽ അളവൂർ കണ്ണൂരിൽ നിന്നും.